നമസ്കാരം. എസ്.എഫ്.ഐ നേതാവായിട്ടുള്ള ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ട് നമ്മുടെ നാട്ടിൽ വാർത്തയല്ല, ചർച്ചയല്ല. അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മാധ്യമ ശ്രദ്ധയും ഉണ്ടാകുന്നില്ല. അതെന്തായിരിക്കും കാരണം? ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടതല്ലേ, കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശരത് ലാൽ കൃപേഷ് എന്ന പേര് എത്രത്തോളം ആഘോഷിച്ചു എന്നുള്ള കാര്യം. ടി.പി. ചന്ദ്രശേഖരനെ ഏതൊക്കെ തരത്തിലാണ് ഒരു കൊലപാതകത്തെ ഇവർ വാർത്താ മാർക്കറ്റിംഗ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ എല്ലാത്തരം കൊലപാതകങ്ങളും ആ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എസ്.എഫ്.ഐ നേതാവ്, അതായത് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2023 ജനുവരി 8 യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള നിഖിൽ പൈലി കഠാര നെഞ്ചിൽ കുത്തിയിറക്കി കൊല ചെയ്യപ്പെട്ട ഒരു എസ്.എഫ്.ഐ നേതാവാണ്. അയാളുടെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന സെബിൻ എബ്രഹാം, അദ്ദേഹത്തിന് മാനസാന്തരം വന്ന് യൂത്ത് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കുറിച്ച പൊളിറ്റിക്കൽ കുമ്പസാരം 4ാം ഭാഗം എന്ന പേരിൽ എഴുതിയ കാര്യങ്ങളിൽ അന്ന് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് ആയ കത്തിയെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ആ തുറന്നു പറച്ചിൽ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. നേരത്തെ യാദൃച്ഛികമായി സംഭവിച്ച മരണമെന്നാണ് പറയുന്നത്. അന്ന് ആ മരണത്തെ ഇരന്നു വാങ്ങിയ മരണമെന്ന് KPCC പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇരന്നു വാങ്ങിയതല്ല, അത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഏറെക്കുറെ ബോധ്യപ്പെടുകയാണ്. പക്ഷേ ധീരജിനെ അല്ല ടാർഗറ്റ് ചെയ്തിരുന്നത്, ആ കോളേജിലെ ഏതെങ്കിലും ഒരു എസ്.എഫ്.ഐ നേതാവിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള മുൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തെളിയിക്കുകയാണ്. നമ്മുടെ കലാലയത്തിനകത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ മുൻ യൂത്ത് കോൺഗ്രസുകാരൻ തന്നെ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഞെട്ടലുണ്ടാകുന്നില്ലെന്നേ. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു 4 വർത്തമാനം പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റും. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം സെബിൻ എബ്രഹാം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം. പൊളിറ്റിക്കൽ കുമ്പസാരം അധ്യായം 4, രക്തസാക്ഷി ഭാഗം 2. DCC ഓഫീസിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഇറങ്ങിയ ഞാൻ അവിടെ നിന്നും ചെറുതോണിയിൽ പോയിരുന്നു. അവിടെ നിന്നും തിരികെ വെള്ളായംകുടിയിൽ എത്തിയ ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തോളം എന്നെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പോലീസിന്റെ നിർഭാഗ്യവശാൽ എന്റെ ആ ദിവസത്തെ ടവർ ലൊക്കേഷൻ കിട്ടിയത് തങ്കമണി എന്നായിരുന്നു. അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചത് തങ്കമണിയിൽ എന്തിനു പോയി എന്നതായിരുന്നു. അമ്മ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞ് ഞാൻ തടിതപ്പി. ധീരജ് രാജേന്ദ്രൻ കൊലപാതക കേസിൽ ഇതുവരെയും പോലീസിന് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പോലീസിന്റെ വീഴ്ചയായി പറയാൻ കഴിയില്ല. പ്രതികളെ പിടികൂടുന്നതിന് മുൻപ് തന്നെ പ്രതികളെ ഒളിവിൽ പാർപ്പിച്ചവർക്കുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു. മുട്ടം പോലീസ് ചാർജ് ചെയ്ത ഞാൻ പ്രതിയായിരുന്ന CC 1759/2018 അക്യൂറ്റഡ് കേസിന്റെ വിചാരണ ദിവസങ്ങളിൽ ഒന്നിൽ വിചാരണയ്ക്ക് സംഘടനാ സഹപ്രവർത്തകരുമായ 2 പേരോടൊപ്പം അതിൽ ഒരാളുടെ വാഹനത്തിൽ ചെറുതോണിയിലേക്ക് യാത്ര ചെയ്യവേ ധീരജ് കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അറക്കുളത്തെ സുശീല ചേച്ചിയുടെ കടയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി നിർത്തിയപ്പോൾ അതിലൊരാൾ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിയെടുത്ത് കാണിച്ചുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ആ കത്തിയാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നായിരുന്നു മറുപടി. കത്തിയുടെ രൂപവും അടയാളങ്ങളും ഇന്നും കൃത്യമായി എന്റെ ഓർമ്മയിലുണ്ട്. ഭക്ഷണം കഴിച്ച് ബില്ലും അവർ തന്നെയാണ് കൊടുത്തത്. ആയുധം ഇവിടെ ഇരിക്കുമ്പോൾ പോലീസ് തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ടും എന്താണ് കാര്യം? വിദഗ്ധമായി എടുത്തു മാറ്റിയവരെ വേണം സമ്മതിക്കാൻ. പ്രതികളിൽ ഒരാൾ ആ അടുത്ത കാലങ്ങളിൽ പോക്കറ്റിൽ ഒതുങ്ങുന്ന ചെറിയ ആയുധങ്ങൾ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു എന്നത് നേരിൽ അറിയാവുന്നതാണ്. കൂടെ നടക്കുന്നവരെ ഒരിക്കലും കൈവിട്ടിട്ടില്ലാത്ത മഹാമനുഷ്യന്റെ അപ്പോസ്തലന്മാരായി സ്വയം വിരാജിക്കുന്ന മഹത് വ്യക്തികൾ തന്നെ സ്തുതിപാഠകരിൽ ചിലരെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കുരിശിൽ കയറ്റി. നെക്സ്റ്റ് അധ്യായം 5, സംഘടനാ തിരഞ്ഞെടുപ്പുകളെ വിഴുങ്ങിയ വ്യാജ വോട്ടുകൾ. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആ പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം അത് ചെറിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി കുറിച്ചിരുന്നു. അതായത് ഈ വെളിപ്പെടുത്തൽ നടത്താനുള്ള കാരണത്തെ വിശദീകരിച്ചുകൊണ്ട് സെബിൻ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പെടുത്തലുകളുടെ ഉദ്ദേശം തികച്ചും വ്യക്തിപരമാണ്. സജീവ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലായിരുന്നു. അതിനു മുൻപ് പൂർണ്ണ ബോധത്തോടെ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ നിയമവിരുദ്ധ പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് നിയമവിധേയമായ ശിക്ഷകളും പൂർണ്ണ മനസ്സോടെ ഏറ്റുവാങ്ങിയതിനു ശേഷം വ്യക്തി എന്ന നിലയിലുള്ള പുതുജീവിതം തുടങ്ങുക എന്നത് മാത്രമാണ് ഉദ്ദേശം. ആത്മപരിശോധനയിൽ നിന്നുണ്ടായ കുറ്റബോധമാണ്
ഇതിലേക്ക് നയിക്കുന്നത് ഏറ്റുപറയുന്നവയിൽ ബഹുഭൂരിപക്ഷവും പ്രധാന കുറ്റവാളി ഞാൻ തന്നെയാണെന്ന ഉത്തമ ബോധ്യവുമുണ്ട്. ഇതാണ് സെബിൻ എബ്രഹാമിന്റെ ഇന്നലെയും ഇന്നത്തെയും പോസ്റ്റ്. സ്വാഭാവികമായിട്ടും ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാൾ അയാൾക്ക് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയെ കോൺഗ്രസുകാർ ചേർത്ത് പിടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് മനഃപൂർവ്വം ചെയ്ത തെറ്റല്ല, അല്ലെങ്കിൽ നിഖിൽ പൈലി ചെയ്ത തെറ്റല്ല എന്ന രീതിയിലൊക്കെ വരുത്താൻ ശ്രമിക്കുമ്പോൾ ആ കത്തി പോലും അവർ സൂക്ഷിച്ചിരുന്നു, അത് എടുത്തു മാറ്റിയിരുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം ഇതിൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഒരു കുട്ടിയെ ഇല്ലായ്മ ചെയ്തതിനു ശേഷം, അതും 21 വയസ്സുകാരനായ ഒരു കുട്ടി, അതും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്, കോൺഗ്രസുകാരനായിട്ടുള്ള ഒരാളുടെ മകനെ ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്തതിനു ശേഷം ഇരന്നു വാങ്ങി എന്ന് വരെ പറഞ്ഞ ആ മരണവുമായി ബന്ധപ്പെട്ട് ചില ചുരുളഴിയുന്ന ഒരു അവസ്ഥയാണ്. ചില മനുഷ്യർക്ക് ഇങ്ങനെയാണ്, അതായത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് പ്രായശ്ചിത്തം ഉണ്ടാകുമ്പോൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സെബിന്റെ ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. എന്തായാലും സെബിൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാര്യം നിഖിൽ പൈലിയെ പോലുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജാമ്യത്തിലുള്ളത് ആ കേസിൽ അവർക്ക് ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുകയാണ്. ആ കൊലപാതകം ചെയ്ത കത്തി കൈവശമുണ്ടായിരുന്നെന്നും നേരത്തെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന സെബിൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ കത്തി ഇതിൽ ഉൾപ്പെട്ട ഒരു പ്രതി കാട്ടിക്കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യം നടത്തിയതിനു ശേഷം ഈ ആയുധം മാറ്റിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോട് തന്നെയാണ്. അവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് വളരെ കൃത്യമായി തെളിയിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടരന്വേഷണം അത്യാവശ്യമായിട്ട് വരികയാണ്. അതിൽ സെബിൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ഒരു ചാനലിൽ പറയുന്നത് കേൾക്കാനിടയിൽ. ആ നിലയ്ക്കാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയെക്കുറിച്ചും അന്വേഷണം നടത്തി അതിൽ നേതൃത്വത്തിന്റെ പങ്ക് എന്താണെന്ന് വളരെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. നിരപരാധിയായ ഒരു കുട്ടിയെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു കോളേജിൽ കരുതിക്കൂട്ടി ചെന്ന് ആരെങ്കിലും ഒരാളെ ഇല്ലാതാക്കണമെന്നുള്ള ഗൂഢ പദ്ധതി തയ്യാറാക്കി അവിടെ ചെന്ന് ഈ കൃത്യം നടത്തിയതിനു ശേഷം അത് അറിഞ്ഞില്ല, യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ രീതിയിൽ കേസിനെ വളച്ചൊടിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം പുറത്തേക്ക് വരുമ്പോൾ ആ കേസിൽ തുടരന്വേഷണം ആവശ്യമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. നിഖിൽ പൈലി ഉൾപ്പെടെ ആ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ DCC ഭാരവാഹികളെ ഉൾപ്പെടെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്.